നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരമ്മയമ്മയ്ക്കും പൊറുക്കാൻ വയ്യാത്ത പ്രവൃത്തികളാണ് നിങ്ങളുടെ മോള് ചെയ്തിട്ടുള്ളത്. എന്നിട്ടും ഡി അഡിക്ഷൻ സെന്ററിൽ നിന്ന് പുറത്തിറങ്ങിയ എന്നോട് എന്റെ അമ്മ പറഞ്ഞ എന്താണെന്നറിയാമോ? പോയി നിന്റെ ഭാര്യയെ വിളിച്ചോണ്ട് വരാൻ. ഞാനോ എന്റെ ഏട്ടനോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു തടസ്സമായിട്ട് വരത്തില്ലെന്ന്. നിങ്ങൾ സമാധാനമായിട്ടങ്ങ് ജീവിച്ചാൽ മതിയെന്ന്. അങ്ങനെ ഞാനവിടെ ഒന്ന് ഇറങ്ങുമ്പോഴേ ബാലചന്ദ്രനും നിങ്ങളുടെ മോളും തമ്മിലുള്ള കഥകള് നാട് മൊത്തം ചീഞ്ഞ് നാറിക്കൊണ്ടിരിക്കുക. അത് കേട്ടിട്ടുണ്ടായ സങ്കടത്തില് കുടി നിർത്തിയ ഞാൻ പിന്നെ ഒന്ന് കുടിച്ചുപോയി. നേരെ നിങ്ങളുടെ വീട്ടിലേക്ക് വന്ന് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. നിനക്കെന്നെ വേണ്ടേന്ന്. അപ്പൊ അവിടെ നടന്നെന്താന്ന് നിങ്ങൾക്കറിയാലോ. താലി പൊട്ടിച്ചെന്റെ കയ്യിലേക്ക് അവള് വെച്ച് തന്നു. ഇതിൽ കൂടുതൽ എന്തോ ശാരദാമ്മ ഒരു പെണ്ണ് ചെയ്യാനുള്ളേ? ബാലേന്ദ്രനുമായിട്ട് അവക്കൊന്നും വേണ്ട, കേക്കണ്ട. അതിന് എന്ത് ബന്ധം ആയിക്കോട്ടെ, ഞാൻ ഇനി അതൊന്നും അന്വേഷിക്കാനായിട്ട് മെനക്കെടുന്നില്ല. തിരിച്ച് വീട്ടിലേക്ക് എന്ന് എന്നോട് അമ്മ ചോദിച്ചു എന്തായി മോനേന്ന്. ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല. പകരം ആ പൊട്ടിയ താലിമാല എന്റെ പോക്കറ്റിൽ നിന്ന് എടുത്ത് അമ്മ എങ്ങനെ കാണിച്ചു കൊടുത്തു. ആ സമയം എന്റെ അമ്മയൊന്നും പറഞ്ഞില്ല. പകരം എന്നെ ഒരു നോട്ടം നോക്കി. ജീവിതാവസാനം വരെ ഞാൻ മറക്കാത്തൊരു നോട്ടം. തിരിച്ച് തക്കലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴേ അമ്മ എന്റെ അടുത്ത് ഒരു കാര്യം പറഞ്ഞോളൂ. സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു. ഇനി ഞാനൊരു തീരുമാനം എടുക്കും. പുതിയൊരു ബന്ധം കൊണ്ടുവന്നു കഴിഞ്ഞാൽ മോൻ മറുത്തൊന്നും പറയരുതെന്ന്. അത് ഞാൻ എന്ത് മറുപടിയാ പറയേണ്ടതെന്ന് ശാരദാമ്മ തന്നെ ഒന്ന് പറ. അത് നമുക്കൊന്ന് സംസാരിച്ച്. എന്റെ ശാരദാമ്മ, ഈ സംസാരം ഒത്തുതീർപ്പ് ചർച്ചയൊക്കെ പലവട്ടം കഴിഞ്ഞല്ലേ? ഒന്നിച്ച് പോണോന്നുണ്ടെങ്കിൽ ഒരു വിട്ടുവീഴ്ച കൊണ്ട് പരിഹരിക്കാവുന്നല്ലേ ഉള്ളൂ. എന്റെ ഭാഗത്തു നിന്നുള്ള വിട്ടുവീഴ്ച പരമാവധിയായി. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ശാരദാമ്മ പറ. നമുക്ക് അവളുമായിട്ടൊന്ന് സംസാരിക്കാം. ഇപ്പൊ ഇവിടെ ശാരദാമ്മ എന്നോട് സംസാരിക്കാൻ വന്ന ആരെയും അയാൾക്കറിയാമോ? അറിയാമെങ്കിൽ തന്നെ അവിടെ നിന്നുള്ള പ്രതികരണം എന്തോന്ന് എനിക്ക് നല്ലപോലെ ഊഹിക്കാം. ശാരദാമ്മ കോംപ്രമൈസ് സംസാരിക്കാൻ ഒരാള്. അതനുസരിച്ച് ഞാൻ അവിടെ വരുമ്പോഴത്തേക്ക് ഒരു നായ്ക്കുട്ടിയുടെ വില പോലും എനിക്ക് കിട്ടത്തില്ല. ആട്ടി ഓടിക്കും അവള്. അങ്ങനെ ഉണ്ടാവത്തില്ലെന്ന് പറയാൻ പറ്റുമോ ശാരദാമ്മയ്ക്ക്? ശാരദാമ്മ, എനിക്ക് അതിനൊന്നും ആവശ്യമില്ല. ഞാനൊരു കോളേജ് ലെക്ചറാ. സെക്കൻഡ് മാരേജ് എന്നൊരു ബ്ലാക്ക് മാർക്ക് ഉണ്ടെങ്കിലും വിവരവും വിദ്യാഭ്യാസവും സമ്പത്തും സൗന്ദര്യമുള്ള ഇഷ്ടം പോലെ പെൺകുട്ടികളെ കിട്ടും. ഈ കോളേജിൽ തന്നെ ഉണ്ടല്ലോ ലേഡി ലെക്ചേഴ്സ്. ഇനി സൗന്ദര്യവും സമ്പത്തും ഒന്നും ഇല്ലെങ്കിലും വിദ്യാഭ്യാസം എന്നുള്ളത് വളരെ പ്രധാനമാണ് ശാരദാമ്മേ. ശാരിയയ്ക്ക് അറിയില്ല അയാൾ കിട്ടിയതിന്റെ വില എന്താണെന്ന്. നഷ്ടപ്പെടുമ്പോഴേ അതിന്റെ വില മനസ്സിലാവത്തും. ഞാനിപ്പോ എന്താ പറയാ? ഒന്നും പറയാനുണ്ടാവില്ലെന്ന് എനിക്കറിയാം. ഇനി ഇതുപോലൊരു കൂടിക്കാഴ്ച വേണ്ടെന്ന് എന്റെ തീരുമാനം. ശാരദാമ്മ എന്തായാലും ഇവിടെ വരെ വന്നേല്ലേ, ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട മോനെ. എന്നാ ശരി ശാരദാമ്മേ, കുറച്ച് നോട്ട്സ് തയ്യാറാക്കാനുണ്ട്. സാറേ, ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.